സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതൊക്കെ ആരുടെ അമ്മേ? നിന്റെ അച്ഛന്റെ. അല്ലാതെ ആരുടെയോ? ഈ ഇരിക്കുന്നതൊക്കെയോ? പിന്നല്ലാതെ. നീ നിന്റെ അച്ഛനെ കുറിച്ച് എന്താ വിചാരിച്ച? ഇതൊക്കെ അച്ഛൻ എന്തിനാ കിട്ടിയത്? ക്യാരംസിന്. റിയലി? ദേവേട്ടൻ ക്യാരംസില് സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻ ആയിരുന്നു. അടിപൊളി. എനിക്കിതുവരെ ഇത് അറിയില്ലായിരുന്നു. ക്യാരംസിൽ നിന്റെ അച്ഛനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അച്ഛനപ്പൊ ആരും തോൽപ്പിച്ചിട്ടേ ഇല്ലേ? ഇല്ലെന്ന് തന്നെ പറയാം, ഒരാൾ ഒഴിച്ച്. അതാരാ? രാധികേച്ചി. ആ, എന്നാ രാധിക വല്യമ്മയുടെ റെക്കോർഡ് ഞാനിന്ന് ബ്രേക്ക് ചെയ്യാൻ പോവാ. അച്ഛനെ ഞാനിന്ന് തോൽപ്പിച്ചിരിക്കും. അമ്മ നോക്കിക്കോ. ഓ, അപ്പോ നമ്മുടെ ക്യാരം ബോർഡ് എവിടെയാ അമ്മേ? അച്ഛാ, ജോലിയൊക്കെ ഇനി പിന്നെ. ലാപ്ടോപ്പ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചേ. എന്താ? നമ്മള് ക്യാരംസ് കളിക്കാൻ പോകുന്നു. ഗൗതം, ആ ബോർഡ് അങ്ങോട്ട് വെച്ചു. ക്യാരംസോ? അയ്യോ, ഞാനില്ല. നിങ്ങൾ കളിച്ചു, ഞാൻ വേണേ മാറി തന്നേക്കാം. അച്ഛാ, അങ്ങനെ പോവല്ലേ. ഞാൻ അച്ഛനെ തോൽപ്പിക്കാനാ വന്നത്. ഇമ്പോസിബിൾ. ക്യാരംസിൽ എന്നെ തോപ്പിച്ചിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ. അറിയാം, രാധിക വല്യമ്മ. അവള് പോയതോടെ എന്റെ ജീവിതത്തിൽ ഇത് പടിയിറങ്ങിയതാ. അതിനോടുള്ള അഭിനിവേശം. പിന്നീട് ഒരിക്കലും എനിക്ക് ഗെയിമിനോട് ക്രേസ് തോന്നിയിട്ടേ ഇല്ല. അത് അച്ഛനെ ചലഞ്ചിങ് ആയിട്ട് ഒരു എതിരാളി ഇല്ലാന്ന് കരുതിയിട്ട. ആ തോന്നല് എന്റെ കൂടെ ഒരു ഗെയിം കളിക്കുമ്പോ മാറിക്കിട്ടും. സത്യം, അച്ഛൻ എന്റെ മുന്നിൽ തോറ്റു തൊപ്പിയിടും. പ്രീതി സാറിന് ഇത്രയും ചലഞ്ച് ചെയ്ത സ്ഥിതിക്ക് സാറ് ജയിക്കുന്ന കാണണമെന്ന് എനിക്കുണ്ട് ആഗ്രഹം. പ്ലീസ് സർ. വാച്ചാ പ്ലീസ്, ഒരു ഗെയിം. എന്തായി പ്രീതി, അച്ഛൻ സമ്മതിച്ചോ? ഒരു 80%. അവളുടെ ആഗ്രഹമല്ല ദേവേട്ട. ശരി. തുടങ്ങാം. അച്ഛനെ ക്യാരംസിൽ തോൽപ്പിച്ചവരുടെ ലിസ്റ്റ് ഒരു പേരോട് ചേർക്കാൻ സമയമായി. പ്രീതി മഹാദേവൻ. നമുക്ക് കാണാം. കാണാം. ഫസ്റ്റ് സ്ട്രൈക്ക് ആർക്കാ? ഞാൻ എടുക്കട്ടെ. എന്റെ മോനാ ചാമ്പ്യൻ. ആദ്യം അവന്റെ ഊഴം, അത് കഴിഞ്ഞു മതി നീ. ചാമ്പ്യന് വമ്പൻ ഫാൻ ഫോളോവേഴ്സ് ആണല്ലോ. നമ്മള് പാവം. ഓക്കെ, ആയിക്കോട്ടെ. ഈ ഗെയിമില് പ്രീതി ജയിക്കുന്ന എനിക്ക് തോന്നുന്നു. അത് നിങ്ങൾ ഇവൻ ക്യാരംസ് കളിക്കുന്ന കണ്ടിട്ടില്ലാത്തോണ്ടാ. ദേവനെ ജയിക്കും. വേണമെങ്കിൽ ബെറ്റ് കെട്ടിക്കോ. ഗൗതം, നീ ആരുടെ ഭാഗത്താ? ആ, അത് പിന്നെ ചോദിക്കാനുണ്ടോ അമ്മേ? ഗൗതം എപ്പോഴും ദേവൻ സാറിന്റെ ഭാഗത്തല്ലേ നിക്കുള്ളൂ. ഏയ് നോനോ, ഈ ഗെയിമില് ഞാൻ ന്യൂട്രലാ. അച്ഛനും മോളും തമ്മിൽ വല്ല തർക്കോ വഴക്കോ ഉണ്ടായ ഒരു അമ്പയർ വേണമല്ലോ. ഓക്കെ, ഓൾ സെറ്റ്. തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്?
കളിക്ക് പ്രീതി. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞില്ലേ? This is the last one, okay? Yay! ഇപ്പൊ എങ്ങനെയുണ്ട്? Who is the champion? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ദേവൻ ജയിക്കുമെന്ന്. ഇതെന്തോ കുരുട്ടു ഭാഗ്യത്തിന് ജയിച്ചതാ അച്ഛമ്മ. എന്നാവാ നമുക്ക് ഒരു കൈയോട് നോക്കിയാലോ? അയ്യോ വേണ്ടേ. പക്ഷേ ഗൗതമിനും കൂടി അച്ഛൻ തോൽപ്പിച്ച് കാണിച്ച അച്ഛൻ ചാമ്പ്യൻ ആണെന്ന് ഞാൻ സമ്മതിക്കാം. അയ്യോ ഞാനോ? അങ്ങനെയെങ്കിൽ അങ്ങനെ. ഗൗതം വാ. ചെല്ലു ഗൗതം. വാടോ. എന്റെ മോള് പറഞ്ഞ പിന്നെ ഞാൻ ഫീൽ തന്നെയും തോപ്പിച്ചിട്ട് അച്ഛനൊരു ചാമ്പ്യനാണെന്ന് ഇവളെ കൊണ്ട് പറയിച്ചിട്ട് തന്നെ കാര്യം. ഗൗതം താൻ വന്നിരിക്കേ. മാറി മാറി മാറി. അപ്പോ എന്നെ മത്സരത്തിൽ തോപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. അയ്യോ അങ്ങനെയൊന്നും അല്ല സർ. സാറിനെ പോലെ ഒരു ചാമ്പ്യന്റെ മുമ്പിലിരുന്ന് കളിക്കാൻ പറ്റുന്നതാ എന്റെ പ്രൗഡ് മൊമെന്റ്. താങ്ക്സ്. ഈ ഗെയിമില് ബൈ എനി ചാൻസ് നീയാണ് ജയിക്കുന്നതെങ്കിൽ നിനക്ക് എന്നോട് എന്ത് ചോദിക്കും അത് ഞാൻ തന്നിരിക്കും. ഇറ്റ്സ് മൈ വേർഡ്. അങ്ങനെ വന്നാൽ ഞാൻ ഇയാളെ ചോദിക്കട്ടെ മീര? താങ്ക് യു സർ. കളിക്കടോ. സ്ട്രൈക്കർ ദേവേട്ടന്റെ കയ്യിൽ എത്തിയല്ലോ. ഇനി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണേ. Gautam, this is also the last one. Yes! Game is over. സാരില്ല, അച്ഛൻ തന്നെയാണ് ചാമ്പ്യൻ എന്ന് സമ്മതിക്കും. കേൾക്കട്ടെ. സമ്മതിച്ചിരിക്കുന്നു. കാരംസിൽ സാറിനെ തോപ്പിച്ചു എന്ന ക്രെഡിറ്റ് അങ്ങനെ രാധിക മാഡത്തിന് മാത്രം സ്വന്തം. അതെ, അതങ്ങനെ തന്നെ ഇരുന്നാ മതി. പ്രീതി, ഇതോടെ നിന്റെ ആഗ്രഹം തീർന്നല്ലോ. ഓ തീർന്നു. ഇനി ഇതൊക്കെ എടുത്ത പോലെ കൊണ്ടുചെന്ന് വെക്കാം. അതിന് കളി അവസാനിച്ചിട്ടില്ലല്ലോ യമുനെ. കളിക്കാൻ തയ്യാറായി വരുന്ന എല്ലാവരെയും തോൽപ്പിച്ചാലല്ലേ ചാമ്പ്യൻ ആണെന്നൊക്കെ അവകാശപ്പെടാൻ പറ്റൂ ദേവേട്ട. നിനക്കൊരു കൈ നോക്കണമെന്നുണ്ടോ? എങ്കിലാവാ. അമ്മ കളിയാക്കൊന്നും വേണ്ട. ഞാനൊരു പാവം നാട്ടിൻപുറത്തുകാരി തന്നെയാ. പ്രീതി പറയുന്ന പോലെ പറഞ്ഞ ഒരു ഓണം കേറാ മൂലയിൽ ജനിച്ചു വളർന്നവൾ. വല്ല കിളിത്തട്ട് കളിയോ പല്ലാങ്കുഴിയോ ഒക്കെ ആണേല് ഞാനൊരു കൈ നോക്കിയേനെ. പിന്നെ ആരോട് അച്ഛനെ കളിക്കേണ്ടത്? മീരയോട്. നന്നായി കളിക്കാൻ അറിയാത്തവരോട് കളിച്ച് ജയിക്കുന്നതില് എന്ത് കാര്യം ദേവേട്ട? നേടുന്ന വിജയം സത്യസന്ധ ആവണമെങ്കിൽ കഴിവുള്ളവരെ വേണം തോൽപ്പിക്കാൻ. കാരംസ് കളിയുടെ കാര്യത്തില് ചേച്ചിയുടെയും എന്റെയും കഴിവുകളൊക്കെ ഒന്നുപോലെ തന്നെയാ. അല്ലെന്ന് പറയാനേ, മീരേച്ചി കാരംസ് കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണേണ്ട കാര്യമൊന്നും ഇല്ല എനിക്ക്. അതവളുടെ ചോരയിലുള്ളതാ.
അവളുടെ അമ്മയായ രാധികേച്ചി മാത്രമാണ് ഇതിനു മുൻപ് ദേവേട്ടനെ തോൽപ്പിച്ചിട്ടുള്ളൂ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അതിന് തന്നെ മനസ്സിലാക്കാമല്ലോ. അതുകൊണ്ട് ദേവേട്ടൻ കളിച്ച് ജയിക്കേണ്ടത് മീരയോട് തന്നെയാ. ചാമ്പ്യനാണോ അല്ലയോന്ന് എന്നിട്ട് തീരുമാനിക്കാം. പേടിച്ചിട്ടാണെങ്കി വേണ്ടാട്ടോ. നിർബന്ധിച്ച് പിടിച്ചിരുത്തി കളിപ്പിക്കാനൊന്നും ആർക്കും പറ്റില്ലല്ലോ. പക്ഷേ ഈ കളിയിൽ ദേവേട്ടനെ വെല്ലാൻ ഒരാൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള വസ്തുത ദേവേട്ടൻ കളിക്കാതിരിക്കുന്നത് കൊണ്ട് മാറാനൊന്നും പോകുന്നില്ല. വെറും തെറ്റിദ്ധാരണ അതൊക്കെ. മീരേച്ചി അച്ഛനോട് ഏറ്റുമുട്ടിയാലും തോറ്റു തുന്നം പാടേ ഉള്ളൂ. സംശയം ഉണ്ടെങ്കിൽ വിളിച്ചിരുത്തി കളിപ്പിച്ചു നോക്ക്. അച്ഛാ, ഒരേ ഒരു തവണ ഒരു മറുപടി കൊടുത്ത് ആ സ്ത്രീയുടെ വാ അടപ്പിച്ചേക്കച്ചാ. മോളെ വാ. എന്റെ അച്ഛൻ തോൽവി പേടിച്ചൊഴിഞ്ഞു മാറിയെന്ന് ഇനി അവര് ഒരിക്കലും പറയാൻ പാടില്ല. വരാനാ പറഞ്ഞത്. വേണ്ട വേണ്ട ചിറ്റ്. വേറൊരു കളിയല്ലേ മോളെ, അതിന് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? വന്നേ ചിറ്റ്. വാ. ദേവേട്ട അവിടെ ഇരിക്കേ. തോറ്റാലും ജയിച്ചാലും ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെന്താ എത്ര പേടി? എന്റെ അച്ഛൻ ഒരു പേടിയുമില്ല, പേടിക്കേണ്ട കാര്യവും ഇല്ല. കളിക്കാനിരുന്ന ഒരു സ്ട്രൈക്കിനുള്ള അവസരം പോലും കൊടുക്കാതെ അച്ഛൻ മീരേച്ചിയെ പൂട്ടുന്ന് മീരേച്ചിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ ചോദിച്ചു നോക്ക്. ആയിക്കോട്ടെ, പിന്നെന്തിനാ മടിക്കുന്നത്? അത് ചെയ്ത് കാണിച്ചൂടെ? അത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ കളിച്ച് ജയിച്ച് കാണിക്കല്ലേ വേണ്ടത്? കാണിക്കാം, കളിച്ച് ജയിച്ചു കാണിക്കാം. പക്ഷേ വൺ കണ്ടീഷൻ. ഈ കളിയിൽ ഞാൻ ജയിച്ചാൽ ആ നിമിഷം ഇവളെ കൊണ്ട് നീ ഈ വീട് വിട്ടിറങ്ങിക്കോണം. അതാണ് പന്തയം. ഗെയിമിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞ പിന്നെ ഈ രണ്ടുപേരും ഈ വീട്ടിൽ കാണാൻ പാടില്ല. സമ്മതമാണെങ്കിൽ നമുക്ക് ഗെയിം തുടങ്ങാം. സമ്മതം ദേവേട്ട. പക്ഷേ തിരിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോഴില്ലേ പന്തയം പൂർണ്ണാവൂ. മീരയാണ് ജയിക്കുന്നതെങ്കിൽ ദേവേട്ടന് നല്ലൊരു കാര്യം ചെയ്യാൻ ഒരു അവസരം തരാം. മീരയെ ദേവേട്ടൻ മകളായിട്ട് അംഗീകരിക്കണം, ഏറ്റെടുക്കണം. ജയിക്കുന്ന് ഇപ്പോഴും ഉറപ്പുണ്ടെങ്കിൽ പിന്നെ കളി തുടങ്ങാം അല്ലേ? വാ മോളെ, മാറുടെ അവിടുന്ന് വാ മോളെ. ഗൗതം, ഗൗതം, കൊയിൻ
ജയിൽ. 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 ദൈവം മോളുടെ കൂടെയാണെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? ജയിക്കാൻ പോണത് നീ തന്നെയാ മീരമോളെ. നീയെ ജയിക്കുമെന്ന് എനിക്കറിയായിരുന്നു മോളെ. ഇത് നിന്റെ അമ്മയുടെ തീരുമാനമാ. മരിച്ചുപോയ എന്റെ രാധികേച്ചി നിനക്ക് തന്ന അനുഗ്രഹ. ഇനി പറഞ്ഞ വാക്ക് പാലിക്കേണ്ട സമയമാണ്. പറയ, എല്ലാവരും കേൾക്കെ പറയ ദേവേട്ട. ഈ നിമിഷം മുതൽ മീര സ്വന്തം മോളാണെന്ന് ദേവേട്ടൻ പറയണം, അംഗീകരിക്കണം. അതായിരുന്നു പന്തയം. പറയ് ദേവേട്ട, അത് കേൾക്കാൻ കൊതിയായിട്ട് വയ്യ എനിക്ക്. മോളെ, ദേവേട്ടാ, എന്താ ഇത്? ഇല്ലാത്ത ശീലങ്ങള് ഓരോന്ന് തുടങ്ങി വെക്കുവാണോ?
മതി. അതിവിടെ വെക്കാം. ഇവിടെ വെക്കാൻ. മഹാദേവൻ തോറ്റു ദിവസമായിരുന്നു. നാണക്കേട് കൊണ്ട് തകർന്നടിഞ്ഞ ദിവസമായിരുന്നു. ഞാൻ കുടിക്കുമന എന്നെ തടയണ്ട. നിസാർ ഒരു ക്യാരം ഗെയിമിൽ തോറ്റതിനാണോ ദേവേട്ടൻ ഇത്രയും ഗൗരവം കൊടുക്കുന്നത്? വലിയൊരു ബിസിനസ്മാൻ അല്ലേ ദേവേട്ടൻ? ഈ ജീവിതത്തില് നിങ്ങൾ കാണാത്ത തോൽവികളും ജയങ്ങളും ഉണ്ടോ ദേവേട്ട? ഇന്നിവിടെ നടന്നത് വീടിനുള്ളിൽ വെച്ച് നടന്ന വെറും ഒരു ഗെയിം അല്ലേ? അതിനെ അങ്ങനെ കണ്ടാ പോരെ? അത് വെറൊരു ഗെയിമല്ല, അതൊരു പന്തയമായിരുന്നു. പന്തയം. അതിനെ പന്തയമാക്കി മാറ്റിയത് ദേവേട്ടനല്ലേ? ഞാൻ തന്നെ വെച്ച പന്തയത്തിൽ ഞാൻ തന്നെ തോറ്റു. ആ തോൽവിയാ ഞാനിപ്പോ ആഘോഷിക്കുന്നത്. എന്തിനാ ഇങ്ങനെ കാര്യങ്ങളെ നെഗറ്റീവായി മാത്രം കാണുന്നത്? ഇന്ന് ദേവേട്ടൻ നേരിട്ട തോൽവി സത്യത്തിൽ ഒരു തോൽവിയേ അല്ല. ആരോടാണ് തോറ്റതെന്ന് ദേവേട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്ക്. സ്വന്തം മോളോടല്ലേ? മക്കൾ നമ്മളെക്കാൾ മിടുക്കരായി വിജയിച്ചാൽ അതില് അഭിമാനിക്കുകയല്ലേ വേണ്ടത്? പന്തയത്തിൽ തോറ്റാൽ ചെയ്യാമെന്നേറ്റ കാര്യം അഭിമാനത്തോടെ ചെയ്യല്ലേ വേണ്ടത്? ഇന്നെങ്കിലും ആ നല്ല കാര്യം ദേവേട്ടൻ ചെയ്യണം. മീരെ മകളായി അംഗീകരിക്കണം. അവളെ ഞാൻ മകളായി അംഗീകരിക്കുന്നതിന് മുമ്പ് എന്റെ ജീവിതം ശരീരം വിട്ട് ഒഴിഞ്ഞിരിക്കുമോ?